നമുക്ക് എന്തൊക്കെ സിംറ്റംസ് ഉള്ളപ്പോഴാണ് അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുള്ളപ്പോഴാണ് അത് പൈൽസിന്റെ ബുദ്ധിമുട്ടാണോ അത് അല്ലെങ്കിൽ പൈൽസിന്റെ തുടക്കമാണോ നമ്മൾ സംശയിക്കേണ്ടത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ ആനൽ ഏരിയ അല്ലെങ്കിൽ മലദ്വാരത്തിന്റെ അവിടെ ഉണ്ടാവുന്ന ചൊറിച്ചില്. സാധാരണയായിട്ട് ഇങ്ങനെ ചൊറിച്ചില് വരുമ്പോൾ സാധാരണ ആളുകൾ വിചാരിക്കും അത് കൃമിശല്യമാണ് അല്ലെങ്കിൽ വേൺ ട്രബിൾ ആണെന്ന് വിചാരിച്ചിട്ട് ഈ പേഷ്യൻസ് സ്വയം തന്നെ മെഡിക്കൽ സ്റ്റോറുകളിൽ പോയിട്ട് വിരട മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ശീലം കണ്ടുവരാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ചൊറിച്ചിലുണ്ട്, ദിവസങ്ങളായിട്ട് ചൊറിച്ചിൽ മാറാതെ നിൽക്കുന്നുണ്ട്, നിങ്ങൾ വിരശല്യത്തിന്റെ മെഡിസിൻസ് കഴിച്ചിട്ടും ആ ചൊറിച്ചിൽ മാറുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറെ കാണിച്ച് പരിശോധിക്കേണ്ടത് നിർബന്ധമാണ്. ചിലപ്പോൾ അത് പൈൽസിന്റെ തുടക്കമാവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മോശം പോയി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മോശം പോകുമ്പോഴോ ഉണ്ടാവുന്ന ബ്ലീഡിങ് അല്ലെങ്കിൽ രക്തസ്രാവം. ഇത് സാധാരണയായിട്ട് ഫ്രഷ് ബ്ലഡ് കളറിലുള്ള ഫ്രഷ് ആയിട്ടുള്ള ബ്ലഡാണ് പോകാറുള്ളത്. അത് ഒന്നുകിൽ മലത്തിന്റെ കൂടെ മിക്സ് ആയിട്ട് പോവാം, അല്ലെങ്കിൽ മോഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ബ്ലീഡിങ് ആയിട്ട് അനുഭവപ്പെടാം. ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അത് പൈൽസിന്റെ കാരണമാകാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മലം പോകുമ്പോഴുണ്ടാവുന്ന വേദന അല്ലെങ്കിൽ മോഷൻ കഴിഞ്ഞിട്ടുണ്ടാവുന്ന വേദന, പുകച്ചില്, നീറ്റൽ ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അത് പൈൽസിന്റെ ബുദ്ധിമുട്ട് കാരണമാകാം. അതുപോലെ നിങ്ങൾ മോശം പോയി കഴിഞ്ഞിട്ടും ഇനിയും പോകാനുള്ള ഫീലിംഗ് അല്ലെങ്കിൽ ഒരു തവണ വയറ്റിന്ന് പോയി കഴിഞ്ഞിട്ടും അത് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു ഫീലിംഗ് ഉണ്ട് എങ്കിൽ അതും പൈൽസിന്റെ ബുദ്ധിമുട്ടാകാം. അതുപോലെ നിങ്ങൾ മലദ്വാരത്തിന്റെ അവിടെ തൊടുമ്പോഴുണ്ടാവുന്ന ഒരു മുഴ പോലത്തെ അല്ലെങ്കിൽ ലംബ് പോലെയുള്ള ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് വേദനയോട് കൂടിയുള്ള ഫീലിംഗ് ആണ് എങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പൈൽസിന്റെ ബുദ്ധിമുട്ടാവാം. സാധാരണയായിട്ട് ആ ഏരിയയിൽ വരുന്ന അസുഖങ്ങളാണ് പൈൽസ്, അതുപോലെ തന്നെ ഫിഷർ, ഫിസ്റ്റുല. ഇതൊക്കെ നമ്മുടെ ആനൽ ഏരിയയിൽ വരുന്ന അസുഖങ്ങളാണ്. ഈ അസുഖങ്ങൾക്കൊക്കെ തന്നെ ഏകദേശം ഒരേപോലെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഒരു പേഷ്യന്റ് അനുഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത്തരം ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിച്ച് പരിശോധന നടത്തിയ ശേഷം മാത്രമേ നമുക്ക് ഇത് ഏത് തരം ബുദ്ധിമുട്ടാണ് നമുക്ക് കറക്റ്റായി ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്.